ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഷിൻജാനിന്ന് ഇവിടെ പെട്ടിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യണം. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. ഷിൻജാൻ നീ ഇവിടെ വെക്ക്, ഞാൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഫ്രാങ്കാക്ക, അങ്ങനെ അവിടെ നിൽക്കാം. ഞാൻ ഫ്രാങ്കാക്കൻ്റെ കളി കാണാം. ഫ്രാങ്കാക്ക പോയിട്ട് കളിച്ചോ. ഓക്കേടാ. ഓക്കെ ഷിൻജാൻ, ഓക്കെ ഗൈസ്. അപ്പം നമ്മളെ വണ്ടി കൊണ്ട് ഇവിടെ കുറേ ബൈക്കും ഉണ്ട്. നമ്മൾ ഈ സ്റ്റണ്ട് റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോക്കാണ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് കൊടുക്കുക. അപ്പോൾ ഒരു സബ്സ്ക്രൈബും കൂടി തരാം. പിന്നെ എന്തെങ്കിലും ഒരു ഇത് കമൻറ്റും കൂടി ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ ഇവിടെ എന്താണുള്ളത് ഗൈസ്, ഇത് ട്രെയിനിൻ്റെ മറ്റേ പാളല്ലേ? ഇത് മറ്റേ ട്രെയിനിൻ്റെ പാളാണ്. നമുക്ക് നേരെ ഇതിലോട്ട് പോവാം. ഇപ്പം പോവേ നമുക്ക് ഇപ്പുറത്തേക്കാണ് പോകേണ്ടത്. നമുക്ക് ഈ യെല്ലോ ഇതിലേക്ക് പോവാം. അപ്പോൾ യെല്ലോ പോയി ഇനി ഗ്രീനിലേക്ക് പോവാം ഗൈസ്. നേരെ നമുക്ക് പിങ്കിലേക്ക് തന്നെ പോകാം. നമുക്ക് സ്പീഡ് ബൂസ്റ്റർ ഉണ്ട് ഗൈസ്. നമുക്ക് സ്പീഡ് ബൂസ്റ്റർ പോയി പറപ്പിച്ച് വോയിസ് അങ്ങനത്തെ ഊരിയാണ് ഗൈസ്. വോയിസ് നമ്മളെ കൂടെ വണ്ടി മറക്കാറില്ല ഗൈസ്. വണ്ടി എന്താ വെള്ളത്തിൽ വീണിട്ടാണ് പിന്നെ റെസ്പോൺ ആയത് ചെക്ക് പോയിന്റിലേക്ക്. അപ്പോൾ ആ വണ്ടി വെള്ളത്തിൽ കൊണ്ടുകൊണ്ട് എഞ്ചിൻ മടക്കായിരുന്നു. അത് ഷിൻജാൻ അടുത്ത് നിൽക്കട്ടാ വോയിസ്. നമുക്കപ്പോൾ ഈ ഓറഞ്ച് വണ്ടി എടുക്കാം. വണ്ടി നല്ലതാണെന്ന് തോന്നുന്നു. നല്ല സ്പീഡ് ഉണ്ടാവണം ഗൈസ്, കാരണം അവിടെ നിന്ന് നല്ല സ്പീഡാണോ. ആ സ്പീഡ് ബൂസ്റ്റർ ഉണ്ടായിട്ടും കാര്യമില്ല ഗൈസ്. നമ്മൾ ഈ വണ്ടി എത്തിയിട്ടില്ല, അതിൻ്റെ അടുത്തേക്ക് പോലും എത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് നല്ല സ്പീഡ് പോകും ഗൈസ്. നല്ല സ്പീഡ് പോകുന്നുണ്ട് ഗൈസ്. ഐസ് എന്നിട്ടും എത്തിയിട്ടില്ല ഗൈസ്. കാരണം എന്ന് വെച്ചാൽ തുള്ളിക്കുന്ന ആടില്ലേ, അവിടെ ഒരു ആദ്യം ഒരു കുന്നുപോലെ, അതായത് ആദ്യം ഒരു പൊന്തിയിട്ടും പിന്നെ താണിട്ടും അന്നേരം അവിടെ നിന്ന് സ്പീഡ് കുറയുന്നു ഗൈസ്. കണ്ട് എവിടെ തുള്ളിക്കുന്ന ഇവിടെ കണ്ട ആദ്യം ഒരു പൊന്തിട്ടും എന്നിട്ട് ആകുന്നതുകൊണ്ട് സ്പീഡ് കുറയുന്നു ഗൈസ്. എന്നിട്ടും എത്തിയിട്ടില്ല. അപ്പം നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. നേരെ ഇവിടുന്നേ നമുക്ക് സ്പീഡ് പോകാം ഗൈസ്. എന്നാലും എത്തുന്നു. ഇവിടുന്നേ നമുക്ക് സ്പീഡ് പോകാം ഗൈസ്. നല്ല സ്പീഡിൽ വന്ന് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. എന്നാൽ നമുക്ക് ഇവിടെ പോയിട്ട് ഇവിടുന്ന് ബാക്ക് എടുത്തിട്ട് കണ്ട ഇവിടെ കണ്ട ഗൈസ് നിങ്ങൾ, ഇവിടെ ഒരു പൊന്തൽ പോലെ ആയിട്ട് പിന്നെ ഇവിടുന്ന് തുള്ളിക്ക് നമ്മൾ സ്പീഡ് കുറയും ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് നമുക്ക് സ്പീഡ് പോയാം ഗൈസ്. ഗൈസ് അത് തീരത്തൂല, അത് മണ്ടത്തരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി മാറ്റി നോക്കാം ഗൈസ്. നമുക്ക് ഇവർ തരുന്ന വണ്ടി വേണം. നമുക്ക് ഇതിനകത്ത് സ്പീഡിലുള്ളൊരു ബൈക്കിനടുത്ത് ആ ബൈക്കിൽ നമുക്ക് പോയാൽ ഗൈസ്. ഇത് നല്ല സ്പീഡുള്ള ബൈക്കാണ് ഗൈസ്. വെള്ളത്തിലാണ്. നമുക്കൊന്നും കൂടി ട്രൈ ചെയ്തോ ഗൈസ്. വില കയറ്റി ഓക്കെ ഗൈസ്. അങ്ങനെ നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. നേരെ പോയി ഗൈസ്. പിന്നെയും വെള്ളത്തിലാണ് ഗൈസ്. ഞാനങ്ങനെ കുറേ ട്രൈ എടുത്തിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഇതെല്ലാം ഇതിനു മുമ്പ് കുറേ ട്രൈ, അതായത് ഒരു 10-15 തൊട്ട് ഞാൻ വന്ന് അങ്ങനെ ലാസ്റ്റ് അവിടെ തുള്ളിച്ചിട്ടെത്തി. അന്നേരം റെക്കോർഡ് ചെയ്തിട്ടില്ല, അത് വിട്ടുപോയി ഗൈസ്. റെക്കോർഡ് ഓഫാക്കി പോയി, ഞാൻ മറന്നു, പിന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ഇല്ല. നമുക്കിനി ഇവിടെ നിന്ന് തന്നെ ഒന്ന് കാണിക്കാം. ഇവിടെ നിന്ന് ഇതെന്നാ സെയിലിന് ഷിപ്പാ ഐസ്. ഇത് മറ്റേ ഇത് തലതിരിച്ച് വെച്ചില്ലല്ലേ. മെല്ലനെ പോകാം ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് ടഫുള്ള മാപ്പാണ്. നമുക്ക് ഇവിടെ നിന്ന് മെല്ലനെ പോകാം ഗൈസ്. ഞാൻ അങ്ങനെ സ്റ്റണ്ട് റേസ് ഒന്നും അധികം കളിക്കാത്തതുകൊണ്ട് എനിക്കല്ല ശീലമൊന്നുമില്ല. അതുകൊണ്ടാണ് ഗൈസ് നിങ്ങളെ ഗൈസ് അത്ര ശീലമില്ലാത്തതാണ്. നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാം. ലാസ്റ്റ് വരെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യുക. തീരെ ഇതില്ല ഗൈസ്, റീച്ചില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സ്പീഡിൽ പോകണ്ട ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് എന്തായാലും പോകും. ബർഗറാണ് ഇഷ്ടം പറഞ്ഞിട്ടില്ല അപ്പാട് വീണ്. നമുക്ക് ഒന്നും കൂടി പോയി നോക്കാം. പക്ഷെ ഇതൊന്നും സംഭവം UFO, ഇത് ഏലിയൻ്റെ UFO ആയിട്ടില്ല. ഇത് അതേപോലെ ഉണ്ടല്ലോ ഗൈസ്. മേലെ നോക്കിയാൽ സംഭവം മറ്റേ ഇത് കിട്ടുന്നുണ്ട്, റേഞ്ചിൽ കിട്ടുന്ന മറ്റേ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ. പക്ഷെ നമുക്ക് നേരെ പോകാം ഗൈസ്. ഇവിടുന്ന് വേഗം പോവും. കാരണം ഇത് നേരെ അല്ലാത്തതുകൊണ്ട്, അതായത് വളഞ്ഞിട്ടായതുകൊണ്ട് ഇവിടുന്ന് വേഗം പോകും. നമുക്ക് മെല്ലെ പോകാം ഗൈസ്. മെല്ലെ പോയിട്ട് അവിടുന്ന് ആ ബർഗറിൻ്റെ അവിടെ നിന്ന് നേരെ പോയിട്ടില്ലെങ്കിൽ എന്തായാലും പോകും ഗൈസ്. കാരണം എന്താ വെച്ചാൽ അത് റൗണ്ട് ഷേപ്പാണ്. അതിന് സൈഡിൽ പോയിട്ട് എന്നാൽ തന്നെ നമ്മൾ സ്കിഡായിട്ട് താഴേക്ക്, അതായത് സ്ലൈഡായിട്ട് താഴേക്ക് വഴുതിയിട്ട് പോകുന്ന പോലെ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഷിൻജാൻ അവിടെ നമ്മളെ കാത്തിക്കുന്നുണ്ട്. ഷിൻജാൻ നമ്മളെ കളി അവിടെ നിന്ന് നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞത്, നമ്മൾ വണ്ടി കയറണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ ഇതിലോട്ട് പോകാം ഗൈസ്. സൈഡിലോട്ട് ഇപ്പോൾ എന്തായാലും പോകും ഗൈസ്. കാരണം ഞാൻ പറഞ്ഞിട്ടില്ല, റൗണ്ട് ഇതായതുകൊണ്ട് സൈഡിലോട്ട് സ്ലിപ്പായിട്ട് പോകും. നമുക്ക് നേരെ പോവാം. പറക്കുകയാണ് ഗൈസ്. ഇവിടെ നല്ല ഗ്യാപ്പ് ഉണ്ട് ഗൈസ്. ഇത് കണ്ടിട്ടില്ല, ഇപ്പം വെള്ളത്തിലേക്ക് പോയിന്. നമുക്ക് ഇവിടുന്ന് കുറച്ച് സ്പീഡിൽ പോവാം. ഗൈസ് എത്തി. അങ്ങനെ നമ്മളെത്തി ഗൈസ്. ഞാൻ പിന്നെ ഇതിൽ കട്ട് ചെയ്ത് കളയുന്നത് നിങ്ങളിതൊന്നും കാണണമെന്ന് വെച്ചാൽ നമ്മളൊരിക്കൽ ബർഗറിന് മേലോട്ട് വരുന്നത് കണ്ടില്ലേ. അതുകൊണ്ടാണ് ഗൈസ് പിന്നെ കാണിക്കാത്തത്. നമുക്ക് ഇതിൻ്റെ മേലോട്ട് പോകാം ഗൈസ്. ഇതൊന്ന് കുറച്ച് ഇവിടുന്ന് ഗ്യാപ്പ്. ഗൈസ് ഇതൊന്ന് സംഭവം ചോപ്പ് ലൈറ്റ് ആയിട്ടൊന്ന് ഗൈസ്. ഇവിടുന്ന് കുറച്ച് സ്പീഡിൽ പോയിട്ട് നമ്മളവിടെ സ്റ്റക്ക് ആവും. കാരണം അവിടെ ഒരു കുറച്ച് നല്ല ഹൈറ്റ് ഉണ്ട്. എന്താ
ഗൈസ് കണ്ടാണ് ഇവിടെ കണ്ട വർഷമായിട്ട്. ഓ ഇപ്പം ഗൈസ് ജസ്റ്റ് മിസ് ഇപ്പം വേണ്ടേ ഞാൻ. നമുക്ക് ഒന്നും കൂടി നമുക്ക് ഈ കുറച്ച് സ്പീഡിൽ പോകാം. എന്തായാലും ഇതിന് മേലോട്ട് പോകാൻ നോക്കാം. വോയിസ് എത്തി വോയിസ് ഗൈസ് നമ്പർ പ്ലേറ്റ് സാൻ ആൻഡ്രസിൻ്റെ നമ്പർ പ്ലേറ്റ് ഗൈസ്. ഓ ഇവിടെ നല്ല സ്പീഡ് പോകാം ഗൈസ്. നമുക്ക് നേരെ പോകാം. ഓയ്സ് അപ്പോൾ ഗൈസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഞാനിതൊരു 10-20 ട്രൈ ചെയ്തു ഗൈസ്, എന്നിട്ട് എത്തിയിട്ടില്ല. എന്നിട്ട് ലാസ്റ്റ് എങ്ങനെയല്ലോ വെച്ച് എത്തി ഗൈസ്. കുറേ സമയം എടുത്ത്, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കാത്തത്. കുറേ ടൈമിനാണ് ഇതാക്കിയിട്ടാണ് ഗൈസ് ഇവിടെ എത്തിയത്. എത്ര ട്രൈ എടുത്തെന്ന് എനിക്കും അറിയില്ല. ഒരു 10-20 ട്രൈ എടുത്തിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതിൽ കാറാണ് ഗൈസ്. നമ്മൾ ബൈക്ക് പോയി. അപ്പോൾ ഇവിടെ എത്തിയാൽ നമ്മൾ ബൈക്ക് പോയി. ഇനി ഇവിടുന്ന് ഈ കാർ ഏതെങ്കിലും എടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഏതെടുക്കാം ഗൈസ്? യെല്ലോ എടുക്കാം ഗൈസ്. നടുക്കുള്ള യെല്ലോ തന്നെ എടുക്കാം. അപ്പോൾ ഈ കാർ എടുക്കാം ഗൈസ്. ഗൈസ് ഈ കാർ ഓടൂല ഗൈസ്. ഇത് ഡമ്മിക്ക് വെച്ച കാറാണ് ഗൈസ്. അപ്പോൾ ഈ കാർ ഓടുന്നില്ല ഗൈസ്. ഈ യെല്ലോ കാർ ഓടുന്നില്ല. ബാക്കിയുള്ള കാർ എങ്ങനെയാണെന്നറിയില്ല. നമുക്ക് വേറെ കാർ എടുത്ത് നോക്കാം. ഇത് ഡമ്മിക്ക് വെച്ചതാണെന്ന് തോന്നുന്നു. നമുക്ക് നമ്മളെ കാറിന് എടുത്തിട്ട് പോകണമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാർ എടുത്ത് നോക്കാം ഗൈസ്. ഈ ബ്ലാക്ക് എടുത്ത് നോക്കാം നമുക്ക്. ഇത് ഓടുമെന്നറിയില്ല. ഇതും ഓടുമെന്ന് തോന്നില്ല ഗൈസ്. കാരണം എന്ന് വെച്ചാൽ അല്ല ഈ വൈറ്റാണ് എടുത്തത് ഫ്രാങ്ക്ലിന് പൊട്ടെ. അപ്പോൾ ഗൈസ് ഇത് ഓടൂല എന്തായാലും. കാരണം ഇതിൽ ഡെമ്മിക്ക് വെച്ചാൽ നമ്മളെ വണ്ടി തന്നെ എടുത്തിട്ട് പോകണം. അങ്ങനെയാണ് ഇനി കളി. ഇനി ഇതിൽ ഇവിടുന്ന് കാറിലാണ് വേണ്ടത്. പക്ഷേ നമ്മളെ വണ്ടി തന്നെ എടുത്തിട്ട് പോകണം. നമുക്കിനി ഇവിടുന്ന് വേറെ ഈ വണ്ടി എടുക്കാൻ പറ്റും. ഇതൊരു ഡമ്മിയാണ്. അപ്പോൾ നമ്മളെ ലംബോർഗിനി നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളെ ഫ്രണ്ടിനോട്ട് മൈക്കിളിനോട് പറഞ്ഞാൽ മൈക്കിൾ ഹെലികോപ്റ്ററിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ഇതിലേക്ക് പോകാം. ഓ ഗൈസ് ഇവിടുന്ന് കുറച്ച് സ്പീഡ് പോകാം ഗൈസ്. കാരണം ഇവിടുന്ന് വേറെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ലാന്ന് തോന്നുന്നു. പിന്നെ എപ്പോൾ വരാമെന്നറിയില്ല. അപ്പോൾ നമുക്ക് ഈ ഓറഞ്ചിലേക്കുള്ള സ്കിഡായി ജസ്റ്റ് വൈസ് വേണ്ടിയിരുന്നു. അപ്പം നമുക്ക് ഇതിലേക്ക് പോവാം. ഗൈസ് ഒന്നായിട്ടില്ല. അപ്പം നമുക്ക് നേരെ ഇത് തുള്ളിക്കാം ഗൈസ്. ഗൈസ് ഭയങ്കര സ്പീഡാണ് ഈ കാർ തൊട്ടാ പറക്കുന്ന കാറാണ്. നമുക്ക് ഇതിൻ്റെ ഓട്ടിൽ ഗൈസ് ഇവിടെ ഓട്ടാ ഗൈസ്. ഇവിടെ അതിൻ്റെ അടുത്ത് നമ്മൾ പോയി വീണെങ്കിൽ നമുക്ക് തിരികെ. കാരണം നമ്മൾ സൈഡിലോട്ട് പോകുമ്പോൾ നമ്മളെന്തായാലും അവിടെ പോയി പോകും. ഗൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ഹെലികോപ്റ്ററാ. അടുത്ത ഹെലികോപ്റ്റർ. നമ്മൾ ഓരോ ഇത് കഴിയുന്നതിന് നമ്മൾ ഓരോ സാധനങ്ങളാണ്. നമുക്കിനി ഇവിടുന്ന് ഹെലികോപ്റ്ററാണ്. പക്ഷെ നമുക്ക് നേരെ ഹെലികോപ്റ്റർ പോയിട്ട് എടുക്കുക. ഗൈസ് നമ്മൾ ഈ ഓരോ ടയറിൻ്റെ അകത്തോട്ട് ഹെലികോപ്റ്ററിൽ ഇതാക്കി പോകണമെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം നമുക്ക് ഓരോന്നിലേക്ക് പോവാം. സ്റ്റാർട്ടായി ഗൈസ്. സ്റ്റാർട്ടാകാൻ കുറച്ച് ഡിലേ ഉണ്ട്. ഗൈസ് അപ്പം നമുക്ക് എത്ര ടയറുണ്ട് ഗൈസ്? ഇത് കുറേ ടയറുണ്ട്. 10-20 ടയറുകളുണ്ട് ഗൈസ്. കുറേ ഉണ്ട്. നമ്മളങ്ങനെ അത്ര റൗണ്ട് കാണുന്നില്ലേ? ഇതാണെന്ന്. ഗൈസ് നമുക്ക് അത്ര ഹെലികോപ്റ്റർ പ്ലെയിനൊന്നും വലിയ സ്കില്ലില്ല. നമുക്ക് അത്ര ഓടിക്കാറില്ല. അതുകൊണ്ടാണ് ഗൈസ്. നിങ്ങൾ ക്ഷമിക്കാം. ഇത് തട്ടി ഗൈസ് തട്ടി. പക്ഷെ കുഴപ്പമില്ല ഗൈസ്. നമ്മൾ പോയി അടിയിലേക്ക് പോയി. അപ്പോൾ കുഴപ്പമില്ല ഗൈസ്. കുറച്ച് ടയർ സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഈ ടയറിന് മേലോട്ട് പോകാം. കാരണം വേറെ ഒന്നല്ല, നമുക്ക് എന്തായാലും കഴിയില്ല. നമുക്ക് ഇത്രക്ക് ഡ്രൈവിംഗ് സ്കില്ലുള്ളൂ. ഹെലികോപ്റ്ററിൽ അത്രയേ ഉള്ളൂ ഗൈസ്. ബാക്കി കാറോ സ്കൂട്ടറോ വണ്ടി അത് ബൈക്കോ കാറാറ്റെങ്കിൽ പിന്നെ നോക്കാം. ഇത് ഹെലികോപ്റ്റർ പ്ലെയിനോ അത്ര സ്കില്ലില്ല ഗൈസ്. ഇതിലോട്ട് തന്നെ പോവാം. നമ്മൾ 2-3 ടയറായിട്ട് മിസ്സാക്കില്ല ഗൈസ്. 2-3 ടയറായിട്ട് മിസ്സാക്കി. അപ്പോൾ അടുത്ത ടയർ ഓറഞ്ച്. അപ്പോൾ ഓരോ ടയറിനകത്ത് ഓരോ കളറാണ് ഗൈസ്. അടുത്ത ഗ്രീനി, അതിനടുത്തത് പിങ്കാണ് ഗൈസ്. അടുത്തത് അതിനടുത്തൊന്നുമില്ല. നമ്മളിവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യുക. നമ്മളെ റാമ്പിൻ്റെ അകത്തേക്ക് പോകാം ഗൈസ്. റാമ്പിൻ്റെ അകത്തേക്ക് എങ്ങനെയാണെന്ന് തോന്നുന്നു ഗൈസ്. റാമ്പിൻ്റെ അകത്ത് നമ്മൾ പറന്നിറങ്ങിയെന്ന് തോന്നുന്നു ഗൈസ്. അതായത് പാരഷൂട്ട് ഇട്ടിട്ട് ഇറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ വേറെ വണ്ടിയൊന്നും ഇല്ലല്ലോ. ഓരോ സ്ഥലത്ത് എന്തിലോട്ട് പോകണമെന്ന് ഇവർ തന്നെ പറയും. ആദ്യം ബൈക്ക്, പിന്നെ കാർ, ഇപ്പോൾ ഹെലികോപ്റ്റർ, പിന്നെന്താ ഉണ്ടാകുന്നറിയില്ല. നമ്മളിന്ന് പറഞ്ഞിട്ടാണ് പോകേണ്ടത് ഗൈസ്. നമുക്ക് പാരഷൂട്ട് ഇടാം. ഗൈസ് പോയി ഗൈസ്. നമ്മൾ ചത്ത് ഗൈസ്. പറഞ്ഞിട്ട് കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. ഇതാണ് കുറച്ച് ടാസ്ക്, ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളത്. നമുക്ക് കാറിൽ പോകണ്ട ഗൈസ്. ഞാൻ കാറിനും കൂടി മൈക്കിനെ വിളിച്ച് എത്തിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കാറിൽ പോകണ്ടാവും. നമുക്ക് ഒന്നും കൂടി നമുക്ക് ഇതാക്കിയിട്ട് പോയി വെക്കാം ഗൈസ്. പാരഷൂട്ടിൽ പോയി വെക്കാം. കാരണം പാരഷൂട്ട് ഭയങ്കര ടാസ്ക് ഗൈസ്. ഞാൻ വേഗം പോയി, അതായത് പാരഷൂട്ട് ഇടലും ആ കറങ്ങുന്നതിൻ്റെ അടുക്ക് തട്ടി അപ്പാണ് നമ്മൾ പോയി ചത്ത് ഗൈസ്. അപ്പം നമുക്ക് ഇറങ്ങിയിട്ട് പാരഷൂട്ടിൽ തന്നെ പോയി വെക്കാം നമുക്ക്. കാരണം നമുക്ക് ഇതെന്തായാലും വെറുതെ ഇതടിക്കല്ല. അതായത് നമ്മൾ ചീറ്റ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ അപ്പോൾ നമുക്ക് പാരഷൂട്ടിൽ തന്നെ ഒന്ന് പോയി നോക്കാം. പക്ഷെ പിന്നെയും പോയി ഞാൻ ഇപ്പം ചാവും ഗൈസ്. പിന്നെ പാരഷൂട്ടൊക്കെ ചത്ത് ഗൈസ്. അപ്പോൾ ഇനി ചീറ്റ് ചെയ്യാൻ തോന്നുന്നു ഗൈസ്. കാരണം എന്താ വെച്ചാൽ 2 വട്ടമായി ചാകുന്നു. കാരണം ഇത് കൺട്രോൾ ഇട്ടുണ്ട് ഗൈസ്. അവിടുന്ന് പാരഷൂട്ട് ഇട്ട ഉടനെ
നമ്മളെവിടെയും പോയി ഫാനായിട്ട് പോയി തട്ടി അപ്പടങ്ങ് മരിക്കുകയെന്ന്. നമുക്ക് എന്തായാലും ഇനി ഇത് കാർ എടുത്തിട്ട് പോകാൻ തോന്നുന്നു ഗൈസ്. കാരണം കാർ എടുത്തിട്ട് കറക്റ്റ് പോകാൻ പറ്റും. കാർ പൊട്ടിത്തെറിക്കാണ്ടെന്നാൽ മതി. കാർ അവിടെ തട്ടിയിട്ട് പൊട്ടിത്തെറിച്ചാൽ പിന്നെയും വിടും. അപ്പോൾ നമുക്ക് നേരെ പോയി ഇവിടുന്ന് മെല്ലനെ ഇറക്കാം ഗൈസ്. മെല്ലനെ സ്പീഡ് കൊടുപ്പോയി ഗൈസ് കുറച്ച്. ഓ ഫാൻ തട്ടിയിട്ടില്ല. നേരെ ഫാൻ തട്ടിയില്ല ഗൈസ്. നേരെ ഗൈസ്. എൻ്റെ അമ്മ എൻ്റെ സ്കില്ല് നിങ്ങളൊന്നും അമ്പരക്കണ്ട ഗൈസ്. എൻ്റെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് സ്കില്ലല്ലോ, ഡ്രൈവിങ് സ്കില്ലല്ലോ. ഞാൻ പറ്റില്ല ഗൈസ്. നേരത്തെ ഹെലികോപ്റ്റർ ഇട്ടാൻ പറ്റില്ല. കാറോ ബൈക്കോ ആയിട്ട് ഞാൻ തകർക്കും. സെനൊന്ന് ജെറ്റ് സ്കി എടുത്തിട്ട് നമ്മൾ ഈ വെള്ളത്തിലോട്ട് പോകണല്ലോ. ഇപ്പം ഞാൻ കാറോ ബൈക്കോ ആയിട്ട് തകർക്കൂ. പക്ഷേ ഈ ഹെലികോപ്റ്ററൊന്നും ശരിയാവില്ല നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ജെറ്റ് സ്കി അങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് പറപ്പിച്ചിട്ട് അങ്ങ് പോവാം. നമ്മളിപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അപ്പോൾ ഈ മാപ്പ് ഉണ്ടാക്കിയ ആളൊരു ഇത് നമ്മളെല്ലാ വണ്ടിയും തന്നില്ലേ. ഇപ്പോൾ ആദ്യം ബൈക്ക്, പിന്നെ കാറ് തന്ന്, പിന്നെ ഹെലികോപ്റ്റർ തന്ന്, ഇപ്പോൾ ജെറ്റ് സ്കി. അതായത് കാറ്, ബൈക്ക്, പിന്നെ വെള്ളത്തിൽ വന്ന് ജെറ്റ് സ്കി തന്ന്, ആകാശത്ത് വന്ന് പ്ലെയിൻ തന്നു. എല്ലാതരം വണ്ടി തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം തന്നിട്ടുണ്ടല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ നേരെ പറപ്പിക്കാൻ നോക്കാം. ഗൈസ് പണി. അപ്പോൾ നമുക്കൊന്നും കൂടി പോയേക്കാം ഗൈസ്. അപ്പോൾ നമുക്കൊന്നും കൂടി തിരിച്ചു വന്ന് പോയേക്കാം. ഇത് ഭയങ്കര ഇത് ഗൈസ്. ഈ വെള്ളം വേവ് നല്ലോണം ഇതാണ്, നല്ല തിര അടിക്കുന്നു. അതുകൊണ്ട് ഈ ജെറ്റ് സ്കി നേർക്ക് നിൽക്കുന്നില്ല. ഭയങ്കര തിരാന്ന് വെച്ചാൽ ഭയങ്കര തിര. നമ്മൾ കൺട്രോൾ ഇട്ടാണ്ടല്ലോ പോകുന്നത്. പക്ഷെ നമുക്ക് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. കാരണം ഇത് കൺട്രോൾ ഇട്ടാണ്ട് ഒറ്റ പോക്ക് പോയിന്ന്. ഒന്നും കൂടി വളച്ച് നമുക്ക് വന്ന് നോക്കാം ഗൈസ്. ഇത് ഭയങ്കര തിരാണ്. നിങ്ങൾ തന്നെ ഉണ്ടല്ലേ ഗൈസ്. ഭയങ്കര തിരാന്ന് വെച്ചാൽ ഭയങ്കര തിര. ഇത് കൺട്രോൾ ഇട്ടാണെങ്കിൽ അങ്ങനെ പോക്കാന്ന്. പിന്നെ ഇതായി. നമുക്കൊന്നും കൂടി ബാക്ക് എടുത്തിട്ട് വന്ന് നോക്കാം ഗൈസ്. ഇത് ബാക്ക് തീരെ സ്പീഡില്ല കേട്ടോ. ഫ്രണ്ടേ സ്പീഡുള്ളൂ, ബാക്ക് തീരെ സ്പീഡില്ല. നമുക്ക് ഒന്നും കൂടി നേരെ പോയേക്കാം. എന്തായാലും എത്തുന്നോന്ന്. നമ്മൾ ഇനി എത്തിയിട്ടില്ല ഗൈസ്. അവിടെ കുടുങ്ങി വെള്ളം കിട്ടാത്തതുകൊണ്ട് ഗൈസ് നമ്മളിപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ ട്രെയിന് ശേഷമാണ് എത്തുന്നേ ഇല്ല ഗൈസ്. അവിടെ നിന്ന് നമ്മളാ തുള്ളിക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്ക് വെള്ളം വേവ് ഇതാന്ന് കുറയുന്നു. അപ്പോൾ നമ്മൾ അവിടെ തട്ടിയിട്ട് അവിടെ തന്നെ നിൽക്കുന്നു. ഇവിടെയും പെട്ടുപോയല്ലേ. ഇവിടെ നിന്ന് പോകാത്ത വണ്ടി. വേവ് ഭയങ്കര വേവ്. ഈ വേവൊന്നും ഇതായിക്കൂടെ. എനിക്ക് മാപ്പ് ഉണ്ടാക്കി ഒന്ന് നേരെ സ്ട്രെയിറ്റ് വാട്ടർ ആയിക്കോട്ടെ. വേവ് ഭയങ്കര ആയതുകൊണ്ട് ഈ വണ്ടി നിൽക്കുന്നില്ല. കൺട്രോൾ നിൽക്കാണ്ടല്ലേ. കൺട്രോൾ നിൽക്കാണ്ട് അങ്ങ് പോയി നൈസ്. ഇത് കൺട്രോൾ നിൽക്കാണ്ട് ഒറ്റ അങ്ങ് പോയിന്ന്. വേവ് ഭയങ്കര ഉണ്ട്. ഫ്രാങ്ക്ലിൻ ഇതില്ല കണ്ട. കൺട്രോൾ ഇട്ടാണ് അങ്ങ് പോയിന്ന്. ഇവിടെ ഫാന്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോകേണ്ടി വരും. കണ്ട വേവ് ഉണ്ടോ. നമ്മളെത്തിയിട്ടുണ്ട്. നമ്മൾ ഫാൻ തന്നെ ഇപ്പുറത്തേക്ക് ആക്കി തന്നെ നമ്മളങ്ങനെ പറന്ന് അടിച്ച്. ഇതിലോട്ട് പോകാൻ ഇല്ല കഴിയില്ല. അപ്പോൾ നമുക്കൊന്നുകൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് പോയോക്കാം. അടുത്ത ഇത് വരുമ്പോൾ നമുക്ക് എന്തായാലും പോകാം ഗൈസ്. അങ്ങനെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് തുള്ളിക്കാം. ഇതും എത്തിയിട്ടില്ല ഗൈസ്. ഇവിടെ നടക്കുടുങ്ങി. ഇതിലെത്തി. നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഫൈൻ ചെയ്താൽ സ്റ്റാർട്ട് ഫിനിഷ്. നമ്മൾ ലാസ്റ്റത്തെ ബോർഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഷിൻജാൻ അപ്പുറത്ത് അങ്ങനെ ഷിൻജാനുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഗൈസ് ഈ നമ്മൾ വീഡിയോസ് നിങ്ങൾ പോയി കണ്ടു നോക്കുക. അപ്പോൾ സൈനിങ് ഓഫ് പാണ്ട എക്സ്.